ഈ മുറിയിലാണോ? കാണാമോ? ഇങ്ങനെ കരഞ്ഞാലോ? ഡോക്ടർ വിളിക്കുന്നു. വരൂ ലക്ഷ്മിയമ്മേ, ഇനി ഭയപ്പെടണ്ട. എന്റെ മോനെ, അമ്മ എത്ര ഭയപ്പെട്ടു. അമ്മ ഗോപിയേട്ടാ, ഇതാരാന്ന് പറയൂ ഗോപി. മാലുവാണ് ഗോപിയേട്ടാ. മാലു? എന്റെ മോൻ എന്തു പറ്റി ഡോക്ടർ? അന്ന് കാപ്പി. എനിക്ക് എന്തെല്ലാം എപ്പോഴെല്ലാം വേണം നിനക്കറിയാമോ? പറയടി, ഇതിനു മുമ്പ് നീ ഈ മുറിയിൽ വന്നിട്ടുണ്ടോ? ഇല്ല. പിന്നെന്തിനു വന്നു? ഒന്നും കഴിച്ചിട്ടില്ല. നിന്റെ സഹതാപം ആവശ്യമില്ല. ഇതുകൂടി. ഞങ്ങൾ ആശുപത്രിയിലേക്ക് പോവുകയാണ്. അച്ഛൻ വരുന്നില്ലേ? ജയ, ഇനി അവനെ കുറിച്ച് എന്റെ മുമ്പിൽ ഒരു വാക്ക് പോലും സംസാരിക്കരുത്. അവൻ ആത്മഹത്യ ചെയ്യാനൊരുങ്ങി. എന്തിന്? ഞാനെങ്ങനെ അറിയും? ഭീരുവായ മകന്റെ അച്ഛൻ മനുഷ്യരുടെ മുഖത്തെങ്ങനെ നോക്കും? അവിവേകമായി പോയി. എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല. എന്ത് സംഭവിച്ചു? എങ്ങനെ സംഭവിച്ചു? ഞാൻ ഉറങ്ങാതെ ആലോചിച്ചു. ഒന്നും ഓർമ്മ വരുന്നില്ല. വിഷമിക്കാതിരിക്കൂ ഗോപി, എല്ലാം നേരെയാവും. ഫോൺ കിട്ടിയപ്പോൾ ഞങ്ങൾ ഭയന്നു പോയി. ഭാഗ്യത്തിന് ഫസ്റ്റ് ഫ്ലൈറ്റിന് തന്നെ വരാൻ സാധിച്ചു. ആരെയും ഓർമ്മിക്കാൻ കഴിയുന്നില്ല. എനിക്കെന്റെ ഓർമ്മ തിരിച്ചു കിട്ടുമോ? എന്ത് തിരിച്ചു കിട്ടുമെന്ന്? അതിന് നിനക്ക് രോഗമൊന്നുമില്ലല്ലോ. ഡോക്ടർ പറഞ്ഞു ഭയപ്പെടാനൊന്നുമില്ലെന്ന്. കുറച്ച് വിശ്രമിക്കും. ബോറടിക്കുന്നുണ്ടെങ്കിൽ മാലുവിനോട് ഞാൻ വരാൻ പറയാം. മാലു? എല്ലാരെയും ആദ്യം മുതൽ പരിചയപ്പെടണം. അധികം സംസാരിക്കണ്ട, ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അമ്മേ, ഇങ്ങോട്ടൊന്ന് വന്നേ. ഇത് ആരാണെന്ന് നോക്കി. വരൂ വരൂ. പതിവില്ലാത്ത വിരുന്നുകാരാണല്ലോ. വഴി തെറ്റി വന്നതാണമ്മേ. അതൊന്നുമല്ല, ലക്ഷ്യം ഇങ്ങോട്ട് തന്നെയായിരുന്നു. നായി വല്ലാതെ കുരയ്ക്കുന്നു. എന്ത് പറ്റിയവന്? എന്തെങ്കിലും കണ്ടു കാണും. ഞാൻ എന്നെ കൂട്ടിയിട്ട് വരാം. എവിടെയെങ്കിലും കയറിയിരിക്കൂ. ഇപ്പൊ വരാം. കാണുണ്ടോമേ? പ്രത്യേകിച്ച് കയറിയിരിക്കാം. പ്രത്യേകിച്ചൊന്നുമില്ല. മാലുവിനോട് അല്പം സംസാരിക്കാനുണ്ടായിരുന്നു. എന്നോടോ? അതെ. നിങ്ങൾ സംസാരിച്ചിരിക്കും. ഞാനിപ്പോ കാപ്പി ഇട്ടുണ്ട്. വേണ്ട, അങ്ങനെയല്ല, കൊണ്ടുവരട്ടെ. എനിക്ക് വേണ്ട. മാലു, നീ അടുത്ത് വരൂ. ഞാനിവിടെ നിന്നോളാം. വളരെ പ്രാധാന്യമുള്ള ചില കാര്യങ്ങളാണ്. എന്റെ ചില ചോദ്യങ്ങൾക്ക് മാലു ശരിയായ മറുപടി തരണം.
കേൾക്കട്ടെ. നീയും ഗോപിയും പരസ്പരം സ്നേഹിച്ചിരുന്നു എന്ന് പറയുന്നതിൽ തെറ്റില്ലല്ലോ. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും കാരണവശാൽ? ഇല്ല, ഒരഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടില്ല. ഗോപി ആത്മഹത്യക്ക് ശ്രമിക്കുവാൻ നീ മുഖാന്തരം ഒരു കാരണം ഉണ്ടായിട്ടില്ല അല്ലേ? എന്തെങ്കിലും എനിക്കറിയാമായിരുന്നെങ്കിൽ ഞാൻ അതിൽ നിന്നും പിന്തിരിപ്പിക്കുമായിരുന്നു. യെസ്, ഐ അഡ്മിറ്റ്. മേ ബി ഡിഫിക്കൽട്ട് ഫോർ യു ടു ആൻസർ, ബട്ട് ദയവായി തീർച്ചയായും മറുപടി പറയാം. ഈ നായ എപ്പോഴും മാലുവിന്റെ കൂടെ തന്നെ ഉണ്ടാവുമല്ലേ? ആ, ഉണ്ടാവും. എന്താണ്? ബോധമില്ലാതെ കിടന്ന ഗോപിയുടെ അടുത്തും ഈ നായയെ കണ്ടു. അമ്മേ, അമ്മേ. പറയൂ കുട്ടി, ഒരു പ്രധാന സംശയമാണ്. ഇല്ല, എനിക്കൊന്നും അറിയില്ല. എന്നോടൊന്നും ചോദിക്കരുത് പ്ലീസ്. അമ്മേ, അമ്മേ. ഇതാ കാപ്പി. ഓ, എനിക്ക് ഈ വീട്ടിലേക്ക് വരാൻ തന്നെ പേടി തോന്നുന്നു. എന്തിന്? എന്തോ എനിക്ക് തന്നെ അറിഞ്ഞൂടാ. നിന്നെ ഞങ്ങൾ ഇവിടുത്തെ കുട്ടിയായി കരുതിപ്പോയി, അതുകൊണ്ടാ വരാൻ പറഞ്ഞത്. ആഹാ, മാലുവിനെ കണ്ടിട്ട് കുറച്ചു ദിവസം ആയല്ലോ. ഇത് മാലുവിന്റെ നായല്ലേ? മേനോൻ സാറിന് നായ ഇഷ്ടമല്ല. മാലു, നായ ഉരച്ചാൽ അച്ഛൻ ശോഭിക്കും. വേഗം ഇതിനെ പറഞ്ഞേ. ടോമി, പോകൂ. എന്ത് ബുദ്ധിയുള്ള മൃഗം. അന്വേഷണങ്ങളെല്ലാം ചെന്ന് മുട്ടുന്നത് ഈ വീടിന്റെ വലിയ ചുമരുകളിലാണ്. അല്ല ഡോക്ടർ, ഗോപിയെ കൂടി എന്റെ ജോലി സ്ഥലത്തേക്ക് കൊണ്ടുപോയാലോ? അത് ശരിയാവില്ല. അവൻ ജനിച്ചു വളർന്ന ചുറ്റുപാടിൽ നിന്ന് മാത്രമേ അവന്റെ ഓർമ്മകൾ തെളിഞ്ഞു വരികയുള്ളൂ. ടോമി, ടോമി, ടോമി. ടോമി. എവിടെയാണ് പിടിപെട്ടത്? എന്താണ് സംഭവിച്ചത്? ഞാൻ ഭയന്നുപോയി. എന്റെ ശരീരം എപ്പോഴും വിറയ്ക്കുന്നു. എന്താണ് അച്ഛാ? ഞാനൊരു കാര്യം ഒരു പ്രാവശ്യമേ പറയൂ. പോകൂ എന്റെ മുമ്പിൽ നിന്ന്. എന്താ മനു? പറയൂ.